ഞാൻ രഞ്ജിത് കുമാർ. ഞാനിവിടെ പറയുന്നത് ചക്കുളം ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ഉണ്ടായൊരു പ്രേതാനുഭവത്തെ പറ്റിയാണ്. കഥ കേട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കഥയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ വീട്ടുകാരും എല്ലാവരും കൂടി ചക്കുളം ഭഗവതി ക്ഷേത്രത്തിൽ പോകുവാൻ പദ്ധതിയിട്ടു. അങ്ങനെ ചക്കുളം ഭഗവതി ക്ഷേത്രത്തിൽ യാത്ര നടത്തി. 2 മണിക്കൂറുണ്ടായിരുന്നു യാത്രയ്ക്ക്. അത്താഴവും വണ്ടിയിൽ കരുതിയത് കാരണം വണ്ടി ഒരിടത്ത് നിർത്തി അത്താഴത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്രയായി. അർദ്ധരാത്രി ആയത് ഞങ്ങൾ നായ്ക്കളുടേതും നിർത്താതെയുള്ള ഓരിയിടൽ കേട്ടു. കോരിച്ചെറിയുന്ന മഴയും. മഴയുടെ ശബ്ദവും മാത്രമല്ല, അങ്ങനെ ഞങ്ങൾ ഒരു സ്ത്രീയുടെ താരാട്ട് പാട്ട് കേട്ടു. കണ്ണേ നീ ഉറങ്ങിയോ, കണ്ണേ നീ ഉറങ്ങിയോ. നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. ചിലങ്കളുടെ ശബ്ദവും ഒരുമിച്ച് കേട്ടു. വീണ്ടും അതേ പാട്ട്. താലോലം താലോലം. വീണ്ടും നായക്കൻ നിർത്താതെ ഓരിയിടൽ കേട്ടു. ഒരു വിധത്തിൽ ഞങ്ങൾ ചക്കുളം അമ്മയുടെ അരികിലെത്തി. അത് തിരുമേനിയുടെ കാര്യം പറഞ്ഞതും ഏലത്ത് ചോദിച്ച് പോയിച്ച് കിട്ടിയതും ഒരുമിച്ചായിരുന്നു. ഭഗവതിയുടെ അനുഗ്രഹം കിട്ടിയതും ഒരുമിച്ചായിരുന്നു. ഇങ്ങനെ ഏലത്ത് ലഭിച്ച് കയ്യിൽ കെട്ടിയതും ഒരു ധൈര്യം കിട്ടി. ഇങ്ങനെ നേരം എടുത്തപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി അവിടുത്തെ നാട്ടുകാരുടെ കാര്യം അന്വേഷിച്ചതും അവിടെ ഒരു സ്ത്രീയെ അവരുടെ ഭർത്താവ് കുടിച്ച് ബോധമില്ലാതെ എപ്പോഴും അവളെയും കുഞ്ഞിനെയും ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ പോലും വെറുതെ വിട്ടില്ല. എന്നിട്ട് പോലീസിൽ പരാതി എത്തി. പോലീസ് ഇത് കണ്ടു. അത് വേറെ ആരുമല്ല, സബ് ഇൻസ്പെക്ടർ സത്യനേശൻ എന്നാണ് ഇപ്പോഴത്തെ സിനിമയുടെ സത്യൻ. ആൾ മരിച്ചുപോയി. അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി നല്ല ഇടിയും കൊടുത്തു. ജയിലിൽ സഹതടവുകാരെയും കൊന്നിട്ട് പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുവാനും ഉണ്ടായത്. അങ്ങനെ ആ മരിച്ചുപോയ അവൻ്റെ ഭാര്യയ്ക്കും കുട്ടിക്കും നീതി കിട്ടിയിരിക്കുന്നു. അവരുടെ ആത്മാവ്